വിവാഹപ്രായമെത്തുന്ന ഏതൊരു വ്യക്തിയും വിവാഹിതനാവുക എന്നത് ഇസ്ലാം മതപരമായ ഒരു ബാധ്യത കൂടിയായി പരിഗണിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരു വ്യക്തി വിവാഹിതനാകുന്നതോടുകൂടെ ഫഖദ് ഇസ്തക്മല നിസ്വദീനിഹി, അവൻ്റെ ദീനിൻ്റെ പകുതി പൂർത്തീകരിച്ചു. ഫലിയത്തഖില്ലാഹ ഫിന്നിസ്ഫിൽ ബാക്കി, ഇനി ബാക്കിയുള്ള പകുതിയിൽ അവൻ്റെ സ്വർഗത്തെ പൂർത്തീകരിക്കട്ടെ. 100 കാര്യമുണ്ടെങ്കിൽ വിവാഹത്തോടുകൂടെ അയാളുടെ 50 കാര്യം പൂർത്തിയായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ നരകത്തിലേക്ക് പോകാനുള്ള, തിന്മ സംഭവിക്കാനുള്ള ഒരുപാട് സാധ്യതകളുടെ വാതിലടഞ്ഞു എന്നാണ് അതിൻ്റെ അർത്ഥം. അയാളുടെ സ്വകാര്യ ജീവിതത്തിലും വ്യക്തി ജീവിതത്തിലുമൊക്കെ ഒരുപാട് തിന്മകളുടെ വാതിലടഞ്ഞു, ഒരുപാട് നന്മകളുടെ വാതിൽ തുറന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ ഒരാണും ഒരു പെണ്ണും സംതൃപ്തകരവും സന്തോഷകരവുമായൊരു ദാമ്പത്യ ജീവിതം നയിക്കുമ്പോൾ അവർ രണ്ടുപേരും ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് രണ്ടുപേർക്കും സ്വർഗത്തിൽ പോകാൻ ആവശ്യമായ കാര്യങ്ങളിലായിരിക്കും എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഭൂമിയിലെ ഏറ്റവും നല്ല വിഭവം എന്ന് പറയുന്നത് അൽ മർഅത്തു സ്വാലിഹ, ഒരു സദ്വൃത്തയായ യഥാർത്ഥ ഇസ്ലാമിൻ്റെ വീക്ഷണപ്രകാരം ജീവിക്കുന്ന സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ഒരു പെണ്ണാണ്. തിരിച്ച് പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ആണിനും അത് അങ്ങനെ തന്നെയാണ്. അവിടെ ഭാര്യയെക്കുറിച്ച് പറഞ്ഞതുകൊണ്ട് വിഷയം ഭാര്യയിൽ ചുരുക്കിയെന്ന് മാത്രം. അപ്പം അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസി എന്ന നിലക്ക് വിവാഹത്തെ കാണേണ്ടത് കേവലം ഒരു ലൈംഗിക നിർവഹണ പൂർത്തീകരണമോ അല്ലെങ്കിൽ ഒരു നാട്ടു നടപ്പ് എന്നുള്ള നിലക്കോ ഒന്നുമല്ല. ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഒക്കെ ഒരു നിശ്ചിത പ്രായമെത്തുമ്പോൾ വൈവാഹിക ജീവിതത്തിലൂടെ മാത്രം നിർവഹിക്കാൻ വിശ്വാസിക്ക് പറ്റുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ ഒരാഗ്രഹമായി സ്വകാര്യതയിൽ അത്തരമൊരു പങ്കാളിയെ ആവശ്യമുണ്ടാകുന്ന ഒരു ഘട്ടമെത്തുമ്പോൾ വിവാഹം കഴിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അവിടുത്തെ സാമ്പത്തികമായ പരിപൂർണതയോ ഭദ്രതയോ ഒന്നും അതിൻ്റെ ഒരു വിഷയമല്ല. തൻ്റെ അപ്പോഴത്തെ സാമ്പത്തിക സാഹചര്യം എന്താണോ, അപ്പോഴത്തെ സാമ്പത്തിക വലിപ്പം എത്രയാണോ, ആ വലിപ്പത്തിലേക്ക് പറ്റിയൊരു ഇണയെ കിട്ടിയാൽ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും പിന്നീടുള്ള ജീവിതത്തിൽ അത് മെച്ചപ്പെടുമ്പോൾ കൂടുതൽ ഭദ്രമാകും എന്നതാണ് വസ്തുത. അടിസ്ഥാനം ഇതാണെങ്കിലും പലപ്പോഴും ഇന്ന് പ്രത്യേകിച്ച് നമ്മുടെ പെൺകുട്ടികളിൽ ഒരു വിവാഹ പേടി വ്യാപകമായി വർദ്ധിച്ചിട്ടുണ്ട്. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നിടത്ത് കല്യാണം എന്നത് ഇങ്ങനെ അവസാനം അത്യാവശ്യം നല്ലൊരു കറക്കൊക്കെ കറങ്ങി കളിയൊക്കെ കഴിഞ്ഞ് ആശ്വാസം പോലെ ചെയ്യേണ്ടതാണ് എന്നൊരു നിലപാടും ഒരു നിലവാരവും അതും എത്തിയിട്ടുണ്ട്. ഇത് എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചാൽ ഇത് വെറുതെ നമ്മളെ കുട്ടികൾ ചിന്തിക്കണതൊന്നുമല്ല. വളരെ കൃത്യമായൊരു ക്യാമ്പയിൻ, വളരെ ശക്തമായൊരു ക്യാമ്പയിൻ ഫ്രീ സെക്സിനെ പ്രോത്സാഹിപ്പിക്കുന്നവർ ഈ സമൂഹത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപക്ഷെ എല്ലാ ദിവസവും അതിൻ്റെ ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു സന്ദേശങ്ങൾക്കെങ്കിലും ഇന്നത്തെ പുതിയ തലമുറ വിധേയമായി കൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഭാര്യ-ഭർത്തൃ ബന്ധം എന്ന് പറയുന്നത് ഒരു വല്ലാത്ത കെട്ടുപാടാണെന്നും അതെല്ലാ സ്വാതന്ത്ര്യങ്ങളെയും നഷ്ടപ്പെടുത്തുന്നതാണെന്നും വലിയ ബാധ്യതകൾ ചുമലിലേറ്റുന്നതാണ് എന്നും അതൊരു മലപ്പുറം ഭാഷയിൽ പറഞ്ഞ ഒരു വണ്ടിയും വലയാണെന്നും ആ പണിക്ക് നിൽക്കണ്ട എന്നുള്ള ഒരു വലിയ ക്യാമ്പയിൻ വളരെ വ്യക്തമായി പുതുതലമുറയിൽ വർക്കൗട്ട് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ വർക്കൗട്ട് ആകുന്ന ആളുകൾ തന്നെ എന്നാൽ മനുഷ്യന്റെ അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ, ലൈംഗികാവശ്യങ്ങൾ എങ്ങനെ പൂർത്തീകരിക്കണം എന്നതിന് വളരെ വ്യക്തമായ പ്ലാനും പദ്ധതിയും അതും കൊടുക്കുന്നുണ്ട്. അത് സ്വയം നിർവഹിക്കാം, തൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്തിനെ ആ കാര്യത്തിൽ ഉപയോഗിക്കാം. സുഹൃത്തിനെ ഉപയോഗിക്കുന്നതിന് നമുക്കൊക്കെ ഒരു അതിർത്തിയുണ്ട്. ആ അതിർത്തിക്കപ്പുറത്ത് ഇങ്ങനത്തെ ഒരു സാധ്യത കൂടി അവർ പഠിപ്പിക്കുകയാണ്. അങ്ങനത്തെ ക്യാമ്പയിനുകൾ ഇന്ന് സമൂഹത്തിൽ വ്യാപകമാണ്. അവിടെയും തീരുന്നില്ല. ഒരു പുരുഷൻ തന്നെ വേണമെന്നില്ല ഒരു സ്ത്രീക്ക്, ഒരു സ്ത്രീ തന്നെ വേണമെന്നില്ല ഒരു പുരുഷന്. സ്വന്തം വർഗത്തിൽപ്പെട്ടവരെയും ഉപയോഗിക്കാം. അതിന് നിയമാവകാശ പോരാട്ടങ്ങൾ അടക്കം, അത് മനുഷ്യാവകാശ പ്രശ്നങ്ങളാക്കി അടക്കം ഉന്നയിക്കുന്ന LGBTQ ക്യാമ്പയിനുകൾ നമ്മുടെ സമൂഹത്തിൽ വളരെ വളരെ ശക്തമാണ്. അതോടൊപ്പം തന്നെ പ്രണയം എന്നത് അറിഞ്ഞ് മനസ്സിലാക്കി വേണം കല്യാണം എന്നൊരു ഒരു തിയറി കൊണ്ടുവന്ന് പ്രണയം എന്നത് വിശുദ്ധവൽക്കരിച്ച് അതിനെ ഏറ്റവും വലിയ സംഭവമാക്കി കണ്ട് അത് നടത്തിക്കൊടുക്കുന്നവർ വളരെ വലിയ മാനുഷികതയ്ക്ക് വേണ്ടിയും മനുഷ്യത്വത്തിന് വേണ്ടിയും നിൽക്കുന്നവരാക്കി കണ്ട് അങ്ങനെയൊക്കെയുള്ള ക്യാമ്പയിനുകൾ നമ്മുടെ സമൂഹത്തിൽ വ്യാപകമായിട്ട് നടക്കുന്നുണ്ട്.
എന്നാൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ പത്രത്തിൽ കണ്ടു, അവിഹിതത്തിലൂടെ കുഞ്ഞ് ഗർഭിണിയായ വിവരം, ഒരു മകൾ ഗർഭിണിയായ വിവരം കൂടെ താമസിക്കുന്ന, ഹോസ്റ്റലിൽ താമസിക്കുന്നവരോ വീട്ടുകാർ പോലുമോ അറിയാതെ അവസാനം ബാത്റൂമിൽ കുഞ്ഞിനെ പ്രസവിച്ച കുഞ്ഞിനെ, മറ്റൊരു കേസിൽ നമ്മൾ ഈ അടുത്ത ദിവസം കണ്ടത്, മറ്റൊരു കുഞ്ഞിനെ പ്രസവിച്ച റൂമിൽ നിന്ന് പുറത്തേക്ക് എറിഞ്ഞപ്പോ എവിടെ തട്ടിയിട്ട് റോട്ടിൽ വീണ് ആ കുഞ്ഞിന്റെ തലയടക്കം പൊട്ടിച്ചിതറി. കേരളത്തിന് സാക്ഷിയായി അല്ലെ. ഇന്നിപ്പോ ഏറ്റവും പുതിയ വാർത്ത കണ്ടത്, വലിച്ചെറിയരുത്, ഒന്ന് വിളിക്കൂ, അമ്മത്തൊട്ടിലുകൾ കൂടുതൽ തുടങ്ങാനുള്ള നിർദ്ദേശം എന്നെ സർക്കാർ കൊടുത്തു എന്നാണ്. ഇവിടേക്ക് അഡ്രസ് ചെയ്യപ്പെടാതെ പോകുന്ന ഒരു പ്രശ്നം, ഈ വലിച്ചെറിയപ്പെടുന്ന കുഞ്ഞ് എവിടുന്ന ഉണ്ടായത്? അതിന്റെ പ്രതിയാരാ? ഈ ബാത്റൂമിൽ പ്രസവിക്കുന്ന പെൺകുട്ടികളെ സൃഷ്ടിക്കുന്ന അതിന്റെ പ്രതികളാരാ? അതിന്റെ പിന്നിൽ ആ ഒരു പെൺകുട്ടിയിലേക്ക് മാത്രം ചുരുങ്ങാൻ പറ്റില്ലല്ലോ. ഒരു സാമൂഹിക സാഹചര്യം, ബോധപൂർവം സൃഷ്ടിക്കപ്പെടുന്ന ഒരു സാമൂഹിക സാഹചര്യം, അതിന്റെ പരിഹാരം അമ്മത്തൊട്ടിൽ തുടങ്ങലല്ല. അല്ല, ഇങ്ങനെ സംഭവിക്കുന്ന കുട്ടികൾക്ക് കൃത്യമായ സംരക്ഷണം വേണം, അതിലൊന്നും സംശയമല്ല. അമ്മത്തൊട്ടിലുകൾ തുടങ്ങുന്നതിന് പകരം ശരിയായ ദിശാബോധം നമ്മുടെ സമൂഹത്തിന്, നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കലാണ് ആവശ്യം. ജീവിതത്തിന്റെ ഒരു ഘട്ടം എന്ന് പറയുന്നത് ലൈംഗികത പ്രത്യക്ഷപ്പെട്ടു തുടങ്ങുന്ന ആദ്യത്തെ സമയം. നമ്മൾ രക്ഷിതാക്കൾക്ക് അതിൽ റോളുണ്ട്. ഞാനത് രക്ഷിതാക്കൾക്ക് റോളുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അതിങ്ങനെ അത്ഭുതത്തോടെ നോക്കുന്ന ആൾക്കാരുണ്ടാകും. സ്വന്തം പെൺകുട്ടിയുടെ മെൻസസ് പീരിയഡിന്റെ സമയം എത്തിത്തുടങ്ങുമ്പോൾ അവളിൽ ഒരു ലൈംഗികതയുടെ ആഗ്രഹങ്ങൾ തുടങ്ങുന്ന അഡോളസൻസിലേക്ക് അവർ കടക്കുമ്പോൾ അവരെ അരികിലിരുത്തി ആ പ്രായത്തിൽ അവരെ അറിയിക്കേണ്ട, അവരെ ബോധ്യപ്പെടുത്തേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇത് പാരന്റ്സ് ചെയ്യേണ്ടതാണ്, വീട്ടിലെ മുതിർന്നവർ ചെയ്യേണ്ടതാണ്, ടീച്ചേഴ്സ് ചെയ്യേണ്ടതാണ്, ഒക്കെ ചെയ്യേണ്ടതാണ്. മറ്റേതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഉള്ളിൽ പുതിയതായി പ്രത്യക്ഷപ്പെട്ട ഒരുതരം അഭിനിവേശം, ഒരുതരം ആഗ്രഹം, ഒരുതരം ആവേശം, അതിനെ വിനിയോഗിക്കാനുള്ള ഇടങ്ങൾ ഇന്ന് കൂടുതലാണ്. കാരണം എന്താ? ആണും പെണ്ണും അടുത്തിരുന്ന ഒന്നും സംഭവിക്കൂല, ആകാശം ഇടിഞ്ഞു പൊളിഞ്ഞു വീഴൂല എന്നാണ് ക്യാമ്പയിൻ. ഞങ്ങളെ ആരും ഉപദേശിക്കാൻ വരണ്ട, ഞങ്ങൾ 18 തികഞ്ഞവരാണെന്നാണ് ക്യാമ്പസിന്റെ ചുമരിൽ കുട്ടികളെ എഴുതാൻ പഠിപ്പിക്കുന്നതും. അതിന്റെ തരിപ്പിലും ത്രില്ലിലുമാണ് നമ്മളെ കുട്ടികൾ വളരുന്നതും. മാത്രമല്ല, അവർ കണ്ടുകൊണ്ടിരിക്കുന്ന ഷോർട്സും റീൽസും ഒക്കെ സോഫ്റ്റ് പോൺ വീഡിയോസ് എന്നാണ് അതിന് ഒറ്റവാചകത്തിൽ പറയാൻ പറ്റുക. വളരെ പ്രത്യക്ഷമായ ലൈംഗികതയൊന്നുമില്ല. എന്താ വളരെ പ്രത്യക്ഷമായ ലൈംഗികത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വസ്ത്രമൊരിഞ്ഞുള്ള രംഗങ്ങളോ അല്ലെങ്കിൽ വളരെ ക്ലോസ് ആയിട്ടുള്ള അഭിനയ രംഗങ്ങളൊന്നും അതിലില്ല. എന്താ, ആണും പെണ്ണും ഷേക്ക് ഹാൻഡ് ചെയ്യുന്നു, ആണും പെണ്ണും ഹഗ് ചെയ്യുന്നു, അല്ലെ, പരസ്പരം എന്താ പറയുക, ആലിംഗനം ചെയ്യുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. ഇങ്ങനെയുള്ള വീഡിയോസ് കാണുമ്പോൾ അവിടെ ഒരു സുരക്ഷിതത്വ ബോധമുണ്ട്. പ്രത്യേകിച്ച് പൗരസ്ത്യ ദേശങ്ങളിൽ നിന്നുള്ള, പാശ്ചാത്യ ദേശങ്ങളിൽ നിന്നുള്ള ചില വെബ് സീരീസുകളൊക്കെ ഉണ്ട്. ഈ വെബ് സീരീസുകളൊക്കെ വളരെ ശക്തമായ രീതിയിൽ കുട്ടികളെ സ്വാധീനിക്കുന്നുണ്ട്. ആ സീരീസ് അവർ കാണുമ്പോൾ നിങ്ങൾ എന്താ വിചാരിക്കാരോ, ഇതല്ലേ കാണുള്ളൂ, ഇത് അത്യാവശ്യം നല്ല സന്ദേശമുള്ള, നല്ല മെസ്സേജുള്ള, മാതാപിതാക്കളെ സംരക്ഷിക്കുന്ന നല്ല സൗഹൃദത്തെക്കുറിച്ച് സാധനങ്ങളാണെന്നാണ്. ഇതാണെന്ന് ലോകത്തെ ഏറ്റവും വലിയ പ്രതിസന്ധിയായി K-ഡ്രാമ പോലെ, അതേപോലെ തന്നെ BTS പോലെ കുറേയൊക്കെ കേന്ദ്രീകരിച്ചു വരുന്ന ചില വർക്കുകളുണ്ട്. അത് നമ്മുടെയൊക്കെ കുടുംബങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട്. നിങ്ങളുടെ കുട്ടികളുടെ യൂട്യൂബ് സെർച്ചിന്റെ ഹിസ്റ്ററി നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ പരിശോധിച്ചാൽ, ഇന്ന് പോയി പരിശോധിച്ചാൽ സ്ഥിരം മൊബൈൽ ഉപയോഗിക്കുന്ന കുട്ടികളിൽ അതില്ലാത്തവരുണ്ടെങ്കിൽ ആ വിവരങ്ങളൊന്ന് പറയണം. അത്ര വ്യാപകമാണ് ഇന്നത്തെ സാഹചര്യത്തിൽ കാര്യങ്ങൾ. അപ്പൊ ഞാനിവിടെ പറയാൻ ശ്രമിക്കുന്നത്, ഇതിലൂടെ പഠിപ്പിക്കപ്പെടുന്ന ഒരു ആശയം എന്ന് പറയുന്നത്, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വിവാഹം ഒരു അനിവാര്യതയല്ല, അതൊരു ബുദ്ധിമുട്ടാണ്. എന്നിട്ട് അതിനനുസരിച്ച് ഇങ്ങനെ ട്രോൾ ഇറങ്ങും. എന്താണ്, ഭാര്യ ഭർത്താവിന്റെ ശവകുടീരത്തിന്റെ അടുത്ത് ഭർത്താവിനെ മറവ് ചെയ്തു കൊടുത്തു പോയി ഒരു കഥ എഴുതി ഉണ്ടാക്കുകയാണ്. ഈ ഭാര്യ എന്നുള്ളത് എത്ര വലിയ വണ്ടിയും വലിയാണെന്ന് ബോധ്യപ്പെടുത്താനാണ് എന്ത് ചെയ്യണത്, ഇങ്ങനത്തെ സാധനം ഇറങ്ങണത്. ഈ ഖബറിന്റെ അടുത്ത് പോയിരുന്നിട്ട് പറയാണ്, നമ്മളെ മൂത്ത മോനെ മൊബൈൽ വേണമെന്ന് പറയുന്നുണ്ട്, നമ്മളെ ഇളയ മോക്ക് ഇപ്പൊ കളിപ്പാട്ടം വേണമെന്ന് പറയുന്നുണ്ട്, എനിക്ക് നല്ലൊരു മാല വേണം, അമ്മക്കൊരു സാരി വേണം. അപ്പൊ ഖബറിന്റെ ഉള്ളിൽ നിന്ന് പറഞ്ഞു എന്നാണ് ട്രോൾ ഉണ്ടാക്കുന്ന ആൾ പറയണേ, ഞാൻ ദുബൈക്കല്ല, ഞാൻ ഖബറിക്കാണ് പോകുന്നത്. ഇവിടുന്ന് എന്തൊക്കെ കിട്ടി? സ്വന്തം ഭർത്താവിന്റെ ഖബറും പുറത്ത് പോയിട്ട് അവിടെ പോലും സ്വർണം ചോദിക്കുന്ന ഒരാളാണ് പെണ്ണെന്ന് കിട്ടിയല്ലോ. 21 വയസ്സായ ഒരാൾക്ക് MP ആയി അവസാനം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാം. എന്നാൽ 21 വയസ്സായ ഒരാൾക്ക് ഒരു പെണ്ണിനെ കെട്ടാൻ പറ്റൂല. അതിന്റെ അർത്ഥം എന്താ? ഒരു രാജ്യത്തെ മുഴുവൻ മനുഷ്യരെ നോക്കുന്നതിലേറെ ബുദ്ധിമുട്ടാണ് ഒരു പെണ്ണിനെ നോക്കുന്നത്. ഇതൊക്കെ ഇങ്ങനെ പതുക്കെ ഒരുതരം ദാമ്പത്യത്തിൽ നിന്ന് മനുഷ്യനൊരു വിഡ്രോവൽ കൊടുക്കാൻ, ഒരു മനസ്സിനെ മോചിപ്പിക്കാനുള്ള ഒരു പണിയുടെ ഭാഗമാണ്.
എന്നാൽ ഇത് മുഴുവൻ പരാജയപ്പെടും എവിടെ? ഇനി പറയണ ഭാഗമാണ് പ്രസക്തം കേട്ടോ. ഞാൻ ഈ ഇൻട്രോ പറഞ്ഞല്ലേ, ഇനി പറയണ ഭാഗങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണ്ടേ. ഇതൊക്കെ പൊളിച്ചെടുക്കാൻ പറ്റും. ഒരു ശക്തിക്കും നമ്മുടെ കുട്ടികളുടെ ഉള്ളിൽ തെറ്റായൊരു മെസ്സേജ് കൊടുക്കാൻ പറ്റൂല. എവിടെ? ഉപ്പയും ഉമ്മയും ആകുന്ന കുടുംബം മനോഹരമായി ഇവിടുത്തെ പ്രപ്പകണ്ഡകളെ പൊളിച്ചെടുക്കുന്ന ഒരു ജീവിതം കാഴ്ചവെച്ചാൽ അതില്ലാതെ പോകുന്നതാണ് നമ്മുടെ കുടുംബങ്ങളിലൊക്കെ പ്രശ്നം. കുട്ടി എന്താ കല്യാണത്തിന് തയ്യാറാത്ത? ഇത്താത്തയും അളിയാക്കിയും തമ്മിൽ പ്രശ്നമാണ്, ബാപ്പയും ഉമ്മയും തമ്മിൽ പ്രശ്നമാണ്, മൂത്താപ്പയും മൂത്താപ്പാന്റെ ഭാര്യയും തമ്മിൽ പ്രശ്നമാണ്, എളാപ്പാന്റെ ഭാര്യയും തമ്മിൽ പ്രശ്നമാണ്, എളാപ്പാന്റെ കല്യാണം കഴിച്ച മോനെ ഭാര്യനെ ഡൈവോഴ്സ് ചെയ്ത് 9 ദുബൈക്ക് പോയി. ഇതാണ് നാട്ടിൽ കാണുന്നത്. ഇതാണ് പലപ്പോഴും നാട്ടിൽ കാണുന്നത്. ഇതിന്റെ ഇടയിൽ നിന്ന് പലപ്പോഴും എന്താ വെച്ചാൽ രണ്ടാളും ജോലിക്കാരും കൂടിയാണെങ്കിൽ ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ആശ്രയം അവിടുത്തെ വേലക്കാരിയുടെ പേര് വിളിച്ചാണ് കയറി വരുന്നത്. അതിന്റെ അർത്ഥം സ്ത്രീ ജോലിക്ക് പോകണ്ടെന്നോ അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ജോലി വേണ്ടാന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. നമുക്ക് ഏറ്റവും ഒന്നാമത്തെ കാര്യം നമ്മുടെ ജീവിതമാണ് എന്ന് ജോലി ചെയ്യണ എല്ലാവരും, അത് ആണുങ്ങളും അങ്ങനെ തന്നെയാണ്, പ്രത്യേകിച്ച് പ്രവാസികൾ. എൻ്റെ ഖുതുബ കേൾക്കുന്ന പ്രവാസികളോട് പറയാം, ഒന്നാമത്തെ കാര്യം ജീവിതമാണ്, എന്നിട്ടേ ജോലിയുള്ളൂ. ജീവിക്കാനുള്ളതാണ് ജോലി. അപ്പൊ 10 ഉറുപ്പ്യ ഉണ്ടാക്കാൻ വേണ്ടി ആ ജീവിതം തന്നെ എല്ലാ സന്തോഷങ്ങളെയും ഹോമിച്ച് പൈസ കിട്ടുന്നുണ്ടാകും, പക്ഷെ ജീവിതം മാത്രം കിട്ടുന്നുണ്ടാവില്ല. ജീവിതം കിട്ടാതിരിക്കുന്നിടത്ത് ദീനും ഉണ്ടാവില്ല. എന്ന് പറഞ്ഞാൽ ദീനീ കാര്യങ്ങൾക്ക് പോലും സമയം ഉണ്ടാവില്ല. അപ്പൊ ഞാൻ ഇന്നത്തെ എൻ്റെ ഖുതുബയിൽ ഏറ്റവും ചുരുക്കി സംതൃപ്തകരമായ ഒരു കുടുംബജീവിതം കണ്ടെത്താനുള്ള ചില വഴികളെ സംബന്ധിച്ചാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. അത് പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? ജീവിതത്തിൽ ചില നേരാനുഭവങ്ങളും ചില ഞെട്ടിക്കണ സംഭവങ്ങളൊക്കെ ഉണ്ടാവുമ്പോഴാണ് പൊതുവെ ഓരോ വെള്ളിയാഴ്ചയിലെയും വിഷയങ്ങളും ഓരോ മൈക്കയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുമ്പോഴുള്ള വിഷയങ്ങളൊക്കെ ഓരോരുത്തർക്കും രൂപപ്പെടല്. അങ്ങനത്തെ ചില അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പറയുന്നത്. ഇതിൽ ഒന്നാമത്തെ കാര്യം എന്താ അറിയോ? ഭാര്യയും ഭർത്താവും ഏറ്റവും ആത്മാർത്ഥവും സന്തോഷകരവും സുഖകരവുമായ ഒരു ദാമ്പത്യം അനുഭവിക്കുന്നിടത്തുള്ള ഏറ്റവും ഒന്നാമത്തെ കാര്യം ഈ ബന്ധം മരണം മുറിക്കുന്ന ഒന്നല്ല എന്നുള്ള ബോധ്യം കൈമാറലാണ്. ലോകത്ത് ഇസ്ലാമിനോളം ദാമ്പത്യത്തെ ഇണക്കി ചേർക്കാനുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകിയൊരു മതമല്ല. ഇസ്ലാമിനോളം ദാമ്പത്യ ജീവിതത്തിന്റെ ഗൈഡ് ലൈനുകൾ പുറത്തുവിട്ട ഒരു മതത്തെ നമുക്ക് കാണാൻ സാധ്യമല്ല. വിവാഹം അസാധ്യമാണെന്നും ദാമ്പത്യം പ്രയാസകരമാണെന്നും ക്യാമ്പയിൻ ചെയ്യുന്നവർക്ക് മുന്നിൽ ജീവിക്കുന്ന ചാപ്റ്ററുകളായി, ജീവിക്കുന്ന അധ്യായങ്ങളായി നമുക്ക് മാറാൻ പറ്റും. എന്താണ്? ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി, അവളും ഞാനും തമ്മിലുള്ള ബന്ധം ദുന്യാവുകൊണ്ട് തീരുന്നില്ല. നാളെ പരലോകത്തൊരു പ്രഖ്യാപനം വരും, ഉദ്ഖുലുൽ ജന്നത അൻതും വഅസ്വാജുകും തുഹ്ബറൂൻ, നിങ്ങളും നിങ്ങളുടെ ഇണകളും സന്തോഷത്തോടെ സ്വർഗത്തിലേക്ക് പോയിക്കോളൂ. അപ്പൊ ഞാൻ കല്യാണം കഴിച്ച പെണ്ണിനെ അവളുടെ വീട്ടിൽ നിന്ന് കൈപിടിച്ച് ഞാൻ വണ്ടിയിലേക്ക് കയറ്റി കൊണ്ടുവന്നതിലേറെ മനോഹരമായി ആഘോഷപൂർവ്വം ആദ്യത്തെ ആളായി അന്തിമ പ്രവാചകനും പിന്നീട് അമ്പിയാക്കളും പിന്നീട് ശുഹദാക്കളും രക്തസാക്ഷികളും അങ്ങനെ പലരും കടക്കുന്ന കവാടം വഴി എനിക്കെന്റെ പെണ്ണിന്റെ കൈപിടിച്ച് സ്വർഗം പോകണമെന്ന ഉള്ളിലെ അഭിനിവേശവും ആഗ്രഹമാണ് ഒരു വ്യക്തിയെ ബാക്കിയെല്ലാം മറന്ന് ഒരു പുതിയ ജീവിതം കെട്ടിപ്പടുക്കാൻ പ്രേരിപ്പിക്കുന്നത്. അപ്പൊ അത് പെണ്ണ് തെരഞ്ഞെടുക്കുന്നത് മുതൽക്ക് ആണിനെ തെരഞ്ഞെടുക്കുന്നത് മുതൽക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. രക്ഷിതാക്കളൊക്കെ പെണ്ണ് അന്വേഷണം നടത്തുമ്പോൾ ആൺകുട്ടികൾക്ക് പെണ്ണിനെയും പെൺകുട്ടികൾക്ക് ആണുങ്ങളെ അന്വേഷിക്കുമ്പോൾ ദീന് വേണമെന്ന് ഇങ്ങനെ പറയും. അത് ചുണ്ടറ്റത്തെ കേവലം ശബ്ദമായിരിക്കും, അല്ലെ? പിന്നെ ബാക്കി നോക്കുക, ബാക്കിയൊക്കെയാണ് അയാളുടെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്കായിരിക്കും നോട്ടം. ഇയാളുടെ ഈ മൊത്തം സമ്പത്ത് പോകാൻ ഒരു പണിയില്ല. ഭയങ്കര ബിസിനസ്സുകാരനാണ്, ഈ ലക്ഷപ്രഭുവാണ്. അങ്ങനത്തെ ആൾക്ക് മോളെ കെട്ടിച്ചെടുത്താ ചിലപ്പോ ഈ ക്യാഷ് മാത്രം നോക്കി കെട്ടിച്ചെടുത്താൽ അവസാനം എന്താ സംഭവിക്കാറോ? അയാളൊന്നും കാണാനോട് കിട്ടൂല. കോടികൾ കടം വന്ന അയാൾ മുങ്ങിയിട്ട് നീണ്ട വർഷങ്ങൾ കഴിഞ്ഞുകൂടുന്ന ആളുകൾ നമുക്കറിയാം. ഒരു ഡിവോഴ്സ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു വിവാഹ കരാർ 1.5 മാസം കഴിഞ്ഞ് ഇയാള് ഭയങ്കര കടുത്തുപെട്ട് മുങ്ങിയിട്ട് 3.5 കൊല്ലം കഴിഞ്ഞ് ഒരു വിവരമല്ല, ഇവനൊരു ഫോൺ കോൾ പോലും ഇല്ലാത്ത ഒരവസരത്തിൽ ആ കല്യാണത്തിന് എങ്ങനെ മോചനം നേടാന്ന് വിധി ചോദിച്ച ഒരു രക്ഷിതാവിന് എനിക്കറിയാം കേട്ടോ. അതുകൊണ്ട് ദീനിനാണ് ഒന്നാമത്തെ കാര്യം. നമ്മളെ കുട്ടി ജീവിച്ച ഒരു ജീവിത നിലവാരം ഉണ്ടാകും. ആ ജീവിത നിലവാരത്തിന്റെയും ഒരുപാട് താഴെ കൊണ്ടേയിടാൻ അവൾക്ക് ഈമാനികമായ കഴിവും കപ്പാസിറ്റി ഉണ്ടെങ്കിൽ കൊണ്ടേടാം, അതിനൊന്നും ഞാൻ നിഷേധിക്കണില്ല. പക്ഷേ ഇതിൽ അടിസ്ഥാനം എന്ന് പറയുന്നത് അവന്റെ ഉള്ളിലെ ദീനാണ്. വിവാഹം പറഞ്ഞു കൊടുത്ത് ഇസ്ലാം ഒന്നുകൂടി പറഞ്ഞു, ദീന് മാത്രമല്ല വഖുലുഖുഹു, സ്വഭാവം പറഞ്ഞു. ശരിക്കും ദീന് പെട്ടത് തന്നെയാണ് സ്വഭാവം. പിന്നെ എന്തേ കല്യാണക്കാര്യം വന്നപ്പോ സ്വഭാവം വേറെ പറഞ്ഞു? വേറെ എന്തുണ്ടായിട്ടും കാര്യമില്ല. ആ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം വാതിലടക്കുന്നിടത്ത്, ആ ആൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം വാതിലടക്കുന്നിടത്ത്, അവർ മാത്രമാകുന്നിടത്തുള്ള അവരുടെ സംസാര ശൈലി മുതൽ
അവരുടെ സമീപനങ്ങൾ വളരെ പ്രധാനമാണ്. അതെങ്ങനെ കിട്ടുക? അത് നല്ല പ്രാർത്ഥിച്ചാലേ കിട്ടുള്ളൂ. അത് കേവല അന്വേഷണത്തിൽ കൂടെ ഒന്നും കിട്ടൂല കേട്ടോ. അത് വെറുതെ അന്വേഷണത്തിൽ കൂടെ ഒന്നും കിട്ടൂല. അത് കണ്ണ് നിറച്ച് പഠിച്ചവനോട് പ്രാർത്ഥിച്ചാൽ തന്നെ കിട്ടുള്ളൂ. അപ്പോ ഉദ്ഖുലുൽ ജന്നത അൻതും വഅസ്വാജുകും തുഹ്ബറൂൻ എന്നത് വിശുദ്ധ ഖുർആൻ കൃത്യമായിട്ട് പറയാണ്. മാത്രല്ല ഇസ്ലാം ഇതിനെ കാണുന്നത് നമുക്കറിയാം. വകൈഫ തഖുദൂനഹു വഖദ് അഫ്ളാ ബഅലുകും ഇലാ ബഅലിൻ വഅഖദ്ന മിൻകും മീസാഖൻ ഗലീള. ശരിക്ക് ഒരു മനുഷ്യൻ അയാളുടെ പിന്നെ മരുമോനായി വരുന്ന ആളുടെ കൈ പിടിച്ചിട്ട്, മോനെ ഞാൻ എൻ്റെ മോളെ നിന്നെ ഏൽപ്പിക്കാണ് കേട്ടോ എന്ന് പറയുന്ന ആ ഒരു വാചകം, അത് ഹൃദയത്തിൽ നിന്ന് പറയുന്ന ഒരു വാചകമാണ്. അതാരോ ഒരാളിങ്ങനെ അറബിയിൽ ചൊല്ലിത്തന്ന് നമ്മളെ അറബിന്റെ എല്ലാ നിയമവും തെറ്റിച്ച് ചൊല്ലി അങ്ങനെ പോകേണ്ട ഒരു സംഗതിയല്ല. ഒരാളും വേണ്ട. നമ്മള് മൈക്കണ്ട് എടുത്തിട്ട്, അല്ലെങ്കിൽ ഒരു സദസ്സിലാകുമ്പോൾ മൈക്കുണ്ടാവുമല്ലോ, എൻ്റെ മകൾ ഇന്ന ആളെ ഞാൻ നിങ്ങൾക്ക് ഇന്ന സ്വർണ്ണാഭരണം മഹറായി നിശ്ചയിച്ച് ഞങ്ങൾ കല്യാണം ചെയ്ത് തന്നിരിക്കുന്നു ഈ അമ്മകൾ പറയാൻ പറ്റും ധൈര്യമായിട്ട്. ഉള്ളിൽ ആ ധൈര്യം നമുക്ക് കിട്ടും, ഒരു സംശയമല്ല. കാരണം എന്താ? അതിനെ മീസാഖ് ഖലീൽ, ശക്തമായ ഒരു കരാർ എന്നാണ് യഥാർത്ഥത്തിൽ എഴുതി വെച്ചിട്ടുള്ള വിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. ഇനി നോക്കൂ നിങ്ങൾ, ഇസ്ലാം ഇതിൽ ചെയ്തത് എന്താ? രണ്ടാമത്തെ ഒരു കാര്യം, വിവാഹബന്ധങ്ങൾ ശരിയായി നിലനിൽക്കാൻ, വിവാഹബന്ധങ്ങൾക്ക് അസ്വസ്ഥത വരുമ്പോൾ ആ അസ്വസ്ഥതയെ നേരിടാൻ വേണ്ടി ഇസ്ലാം വെച്ചിട്ടുള്ള എല്ലാ സെറ്റപ്പും സ്വീകരിച്ചാൽ മതി. എന്താ ഇസ്ലാം പറഞ്ഞത്? അവർക്കിടയിൽ അവർക്ക് മാത്രം പരിഹരിക്കാൻ കഴിയാത്തൊരു വിഷയമായി ഇത് രൂപപ്പെടുമ്പോ വിശുദ്ധ ഖുർആൻ പറയാ, വഇൻ ഖിഫ്തും ശിഖാഖ ബൈനിഹിമാ ഫബഅസു ഹകമൻ മിൻ അഹ്ലിഹി വഹകമൻ മിൻ അഹ്ലിഹാ ഇൻ യുരീദ ഇസ്ലാഹൻ യുവഫിഖില്ലാഹു ബൈനഹുമാ ഇന്നല്ലാഹ കാന അലീമൻ ഖബീറ. അവർക്കിടയിൽ നിങ്ങൾ ഒരു ഭിന്നിച്ചു പോകൽ ഭയപ്പെടുന്ന പക്ഷം അവരുടെ കൂട്ടത്തിൽ നിന്നും ഇവരുടെ കൂട്ടത്തിൽ നിന്നും പുരുഷന്റെയും സ്ത്രീയുടെയും ഭാഗത്തു നിന്നുള്ള ആളുകൾ മസ്ലഹത്തിന് വേണ്ടി ഇരിക്കട്ടെ എന്നാണ്. നമ്മളെ നാട്ടിൽ പലപ്പോഴും ഈ മസ്ലഹത്തിന്റെ എല്ലാ സമയം കഴിഞ്ഞിട്ടേ ഇരിക്കുക. ഇവിടുത്തെ അമ്മി അവിടുത്തെ അമ്മി നല്ലോണം കോർത്തിട്ടുണ്ടാകും. ഇവിടുത്തെ വാപ്പി അവിടുത്തെ അളിയ അവിടുത്തെ ആളും തമ്മിൽ ഭയങ്കരമായിട്ട് കോർത്തിട്ടുണ്ടാവും. ഒക്കെ കോർത്ത് അവസാനം ബെഡ്റൂമിന്റെ പുറത്ത് വലിയ അജണ്ട രൂപപ്പെട്ട് ഒരിക്കലും തീർക്കാൻ പറ്റാത്തൊരു സ്ഥിതി എത്തുമ്പോഴായിരിക്കും മധ്യസ്ഥ ചർച്ച നടക്കുക. ആ മധ്യസ്ഥ ചർച്ചയിൽ എന്നും പെണ്ണിനെ ഒരു പ്രതിസ്ഥാനത്ത് നിർത്തി അവസാനം സെറ്റിൽമെന്റ് ചെയ്യും. കാരണം വിധി ആണിന്റെ കയ്യിലായതുകൊണ്ട് പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഒന്ന് താഴ്ന്നു കൊടുക്കണമെന്ന് പണ്ടേ നമ്മൾ പഠിച്ചു പോകുന്ന ഒരു രീതി അനുസരിച്ച്. ഇതൊന്നും ഇസ്ലാമൊന്നുമല്ല കേട്ടോ. പെണ്ണിന്റെ അടുത്താണ് പ്രശ്നമെങ്കിൽ പെണ്ണ് താകണം, ആണിന്റെ അടുത്താണ് പ്രശ്നമെങ്കിൽ ആണ് താവണം. അതല്ലാതെ ബന്ധങ്ങൾ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഒപ്പിച്ചു പോകാൻ വേണ്ടിയിട്ടുള്ള കേവല തത്വങ്ങൾ ഉണ്ടാക്കിയിട്ട് കുടുംബ ബന്ധങ്ങളെ ചേർത്ത് വെച്ച ഒന്നും നടക്കൂല. പിന്നെ ആരാറോ ഈ മസ്ലഹത്തിന് നടുക്കിയിരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവർ കുറച്ചൊരു തഖ്വയുള്ളവനും വിവേകിയൊക്കെ ആകണം. കേവല പൊളിറ്റിക്കൽ മാനേജ്മെന്റുകളിൽ മാത്രം പരിചയമുള്ളവർ ഇത്തരം കാര്യങ്ങൾ ഏൽപ്പിച്ച് അവര് ദീനിന്റെ മർമ്മങ്ങൾ നോക്കാത്ത കാര്യങ്ങൾ പറഞ്ഞ് നടപ്പിലാക്കി പോന്നാൽ ഇത് വിജയിക്കൂല. അതിന് ഇസ്ലാമിനെ പ്രതി ചേർത്തിട്ട് യാതൊരു കാര്യം ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇത്തരം കാര്യങ്ങളിൽ നമുക്ക് വളരെ വലിയ സംഗതി ആവശ്യമുണ്ട്. മാത്രമല്ല ഈ മസ്ലഹത്തിനെ കുറിച്ച്, ഇതടക്കമുള്ള എല്ലാ മസ്ലഹത്തിനെ കുറിച്ച് എന്താ പറഞ്ഞറിയോ? അലാ ഉഖ്ബിറുക്കും ബിഅഫ്ളലി മിൻ ദറജത്തി സ്വലാത്തി വസ്സിയാം വസ്സദഖ. നമസ്കാരത്തെക്കാളും നോമ്പിനെക്കാളും സ്വതക്കയെക്കാളും മഹത്വരമായ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരട്ടെ എന്ന് ചോദിച്ചു റസൂലുള്ള. അപ്പൊ അവർ പറഞ്ഞു അതേന്ന് പറഞ്ഞു. ഇസ്ലാഹി ദാത്തിൽ ബൈൻ, വ്യക്തികൾക്കിടയിലെ തകർന്നുപോയ ബന്ധങ്ങളെ കൂട്ടിച്ചേർക്കാൻ ഒരാൾ ഇറങ്ങുകയാണെങ്കിൽ അത് ഇതിലേറെ വലിയ കാര്യമാണെന്നാണ്. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വ്യക്തിബന്ധങ്ങളിൽ, പ്രത്യേകിച്ച് ദാമ്പത്യ ബന്ധങ്ങളിലുള്ള വിഷയങ്ങൾ പരിഹരിക്കുന്നിടത്ത് വേറെ നിലക്ക് ദോഷകരമായി വരാത്ത ചില കളവുകൾ പോലും പറയാം എന്നാണ് ഇസ്ലാം പറഞ്ഞത്. ഇസ്ലാം കളവ് പറയാൻ ആകെ അനുവാദം കൊടുത്തൊരു സ്പേസ് അത് മാത്രമാണ്. അപ്പൊ അതുകൊണ്ട് അത് നമ്മളെ കുടുംബങ്ങളിൽ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ എന്താ പറയാ, ഒരു ഭാഗത്തേക്ക് മനസ്സ് ചായുന്നുവെങ്കിൽ നമ്മളതിനെ നിൽക്കരുത്. ഒരു ഭാഗത്തേക്കും മനസ്സ് ചായാതെ ഈ വിഷയത്തിൽ ഇടപെട്ട് വേണ്ട കാര്യങ്ങൾ പരിഹരിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇത് ഇത്തരം ഒരു അവസ്ഥയിലേക്ക് എത്തും മുമ്പ് ബെഡ്റൂമിൽ തീരേണ്ടതാണ്. അതിന് എപ്പോഴും രണ്ടു പക്ഷത്തുള്ള ആളുകൾ എന്ത് ചെയ്യണമെന്ന് അറിയാം? ആണാണെങ്കിലും പെണ്ണാണെങ്കിലും നമ്മളെ പക്ഷത്തു നിന്ന് ചിന്തിക്കരുത്. ഞാൻ എൻ്റെ ഭാര്യന്റെ പക്ഷത്തു നിന്ന് ചിന്തിക്കണം, ഭാര്യ എൻ്റെ പക്ഷത്തു നിന്ന് ചിന്തിക്കണം. അപ്പൊ അതിന്നൊരു സൊല്യൂഷൻ വരും, അതിന്നൊരു പരിഹാരം വരും. ചില ആളുകളൊക്കെ ചില കാര്യങ്ങൾ കാണൽ എന്താണ്, അതിപ്പോ നാട്ടുകാരെന്താ ചിന്തിക്കുക എന്ന് വിചാരിച്ചിട്ട് അവന്റെ കുടുംബബന്ധം പൊട്ടി തകർന്നിട്ടുണ്ടാവും. അല്ലെങ്കിൽ അവന്റെ ഭാര്യന്റെ തലയിണ ഒരുപാട് കരഞ്ഞ് നനഞ്ഞിട്ടുണ്ടാകും. അവരുടെ ജീവിതത്തിൽ എന്തൊക്കെയോ ഇഷ്ടങ്ങൾ കൊണ്ടായിരിക്കും ആ പെൺകുട്ടി കൂടെ നിൽക്കണേ. 3-4 കുട്ടികളെ തന്നില്ലേ, ഇനി പോകാൻ വഴിയില്ലല്ലോ, വീട്ടിൽ വാപ്പാക്ക് നെഞ്ചുവേദന ഇളകൂലേ, പെങ്ങളെ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ, ഞങ്ങൾ എല്ലാവരും കൂടി ചെന്ന എവിടെ ഉറങ്ങുക?
ചില വീടുകളിലൊക്കെ ചില കുട്ടികൾ നിന്നു പോണത് കൊണ്ടാണ്, ഇങ്ങനത്തെ കുറച്ച് ചിന്ത കൊണ്ടാണ്. ഞാനടക്കം നമ്മൾ ഓരോരുത്തരും ഇന്നത്തെ ഖുത്ബ കഴിഞ്ഞിട്ട് ആലോചിക്കേണ്ടത്, ഞാനായി എൻ്റെ ഭാര്യയുടെ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കേണ്ടതും കൂടുതൽ ചെയ്തു കൊടുക്കേണ്ടതും ശരിയായി ചെയ്തു കൊടുക്കേണ്ടതുമായ എന്തെങ്കിലും കാര്യമുണ്ടോ? ഓരോ പെണ്ണും ആലോചിക്കേണ്ടത് അതാണ്. ശരിക്കും ഇസ്ലാമികമായ തത്വങ്ങളിൽ ഒരു ജീവിതം തുടങ്ങുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. എനിക്കൊരു ഭയങ്കര കണ്ണ് നിറഞ്ഞ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ജിദ്ദയിൽ ഇറങ്ങി മക്കയിലേക്ക് പോവാണ്. അപ്പൊ അവിടെയുള്ള ഒരു സുഹൃത്താണ് എന്നെയും നിങ്ങൾക്കൊക്കെ പരിചയമുള്ള നമ്മുടെ വേറെ ഒരു പണ്ഡിതനെയും കൂട്ടിയിട്ട് പോണത്. അവർ നേരത്തെ വിളിച്ച് സംസാരിച്ച് അങ്ങനെ ഒന്നിച്ചുള്ള യാത്രക്ക് ഒരു അവസരം ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തത്. അപ്പൊ അദ്ദേഹം അങ്ങനെ പോകുമ്പോൾ പറഞ്ഞു, ഞാനും അദ്ദേഹം ഒന്നിച്ച് പീസ് റേഡിയോയിൽ ചെയ്യുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്, അതിപ്പോ ഞങ്ങൾ ഒന്നിച്ച് കുറെ കാലമായിട്ട് ചെയ്യാറില്ല, രണ്ടാളുടെയും സമയപ്രശ്നമാണ് കാരണം. അദ്ദേഹം വളരെ സീരിയസ് ആയിട്ട് പറഞ്ഞു, അതൊരിക്കലും നഷ്ടപ്പെടുത്തരുത്. ഞാൻ 23 കൊല്ലമായി കല്യാണം കഴിഞ്ഞിട്ട്, പക്ഷേ എൻ്റെ വൈഫ് എന്നോട് പറഞ്ഞു, കഴിഞ്ഞ 3 കൊല്ലമായിട്ട് നമുക്ക് ജീവിതം കിട്ടി തുടങ്ങിയിട്ടുള്ളൂ, നമുക്ക് ശരിയായ ജീവിതം കിട്ടിയിട്ട് ഒന്നാമത്തെ രാത്രി ഞാൻ നിങ്ങളെ കണ്ടുമുട്ടിയതിലേറെ ആഘോഷത്തിലാണ് ഇപ്പൊ ഞാൻ കണ്ടുമുട്ടുന്നത്. 20 കൊല്ലം നമുക്ക് പോയി. എന്താ എന്റെ കാരണം സുഹൃത്തുക്കളെ? ശരിക്കും നിസ്കാരത്തിന് ഷർത്തും ഫറലൊക്കെ അല്ലേ, നോമ്പിന് ഷർത്തും ഫറലൊക്കെ അല്ലേ, അതേപോലെ ശരിക്കും വിവാഹ ജീവിതത്തിനുണ്ട് കുറെ ഷർത്തും ഫറലും. ആ ഷർത്തും ഫറലും നമുക്കറിയില്ല. ആരെങ്കിലും പഠിച്ചണോ? ഇവിടെ ഇരിക്കണ ആരെങ്കിലും പഠിച്ചണോ? കല്യാണം കഴിച്ചിട്ടുണ്ടാവും, പക്ഷേ ഒരാണ് പാലിക്കേണ്ട കാര്യം എന്താണ്, ഒരു പെണ്ണ് പാലിക്കേണ്ട. അപ്പൊ ഇങ്ങനത്തെ ചർച്ചകൾ തുടർച്ചയായി കേട്ടപ്പോ അവർക്ക് കിട്ടിയൊരു സമ്പന്നനാണ് ഈ മനുഷ്യൻ, സമ്പന്നനാണ്. അയാളെ 10-20 ഷോപ്പ് ഒന്നിച്ച് അറബി എടുത്തു ഒന്നിച്ചു പോയി. ഒന്നിച്ചു പറഞ്ഞ ഒരു കാൽ കാശിന് വകല്ലാതായി. അതെ, ഒരു കുറഞ്ഞ സമയം കൊണ്ട് അയാൾ അതുകൊണ്ട് അഫു ചെയ്തു. അയാൾ വേറെ ഒന്നിനും പോയില്ല, അയാൾ രണ്ടാമത്തത് സെറ്റപ്പ് ചെയ്തു. ഇപ്പൊ അറബിന്റെ കാഴ്ച പോയി, അയാൾ കംപ്ലീറ്റ് 20 ഷോപ്പും പൊട്ടി ഇയാളുടെ മുന്നിൽ അഫുവിന് വേണ്ടി കൈ നീട്ടുന്ന അവസ്ഥയ്ക്ക് എത്തുകയാണ്. അതൊക്കെ അയാൾ നമ്മളോട് ആ യാത്രയിൽ പറയണ്ടായി. ഞാൻ പറയണത്, ഇതൊന്നും നമ്മളെ പരിപാടിയല്ല, ഇതൊക്കെ പടച്ചോനാണ് കൊണ്ടെടുക്കുന്നത്. നമ്മളെപ്പോ കൊണ്ടെടുക്കുന്നത് ആരാ? പടച്ചോനാണ്. ഇതിന്ന് ഒരിത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടും ആയാൽ തീർന്നു സഹോദരങ്ങളെ, ഇല്ലേ? നോക്ക് നിങ്ങൾ, ഈ സൊഫുകളിൽ എത്ര ആൾ സ്റ്റെൻഡ് ഇട്ടിരിക്കുന്നുണ്ട്. ഏറ്റവും അവസാനം നമ്മുടെ സുഹൃത്ത് അള്ളാഹുദ്ദേഹത്തിന് കൂടുതൽ കരുത്തും ഊർജവും ഉന്മേഷവും ദീനീ രംഗത്തെ മുന്നേറ്റമൊക്കെ കൊടുക്കുമാറാകട്ടെ. സ്റ്റെൻഡ് ഇട്ടിരിക്കാൻ പറ്റുന്ന അനുഗ്രഹമല്ലേ? ആ സ്റ്റെൻഡ് ഇടണ ഇതിന്റെ മുമ്പ് അത് കാർഡിയാക് അറസ്റ്റ് വന്നിരുന്നെങ്കിൽ ഹലാസ് കഴിഞ്ഞു, ഒരു ഇസ്തിഗ്ഫാറിനും തോബക്കും കൂടി അവസരമല്ല. അത്രേ ഉള്ളൂ കാര്യങ്ങൾ. അതുകൊണ്ട് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഒക്കെ മരിച്ചു കിടക്കണ മയ്യത്തിന്റെ മുന്നിൽ ഇങ്ങനെ എല്ലാം ഓർത്തെടുക്കേണ്ടവരല്ല നമ്മളെന്ന ബോധ്യം നമുക്കുണ്ടാകണം. മനസ്സിലായില്ലേ? ഇനി നിങ്ങൾ നോക്ക്, ഇസ്ലാം ത്വലാഖ് എന്നുള്ളത് എത്ര മനോഹരമായി നടപ്പിലാക്കിയ സിസ്റ്റമാണ്. ത്വലാഖിന്റെ അവസ്ഥ എത്തിയിട്ടും ത്വലാഖ് കൊടുക്കാതെ ദ്രോഹിക്കുന്ന ആൾക്കാരില്ലേ? നിങ്ങളുടെ കൂടെ ജീവിക്കാൻ ആ പെണ്ണ് സന്നദ്ധമല്ലെന്ന് 100% പറഞ്ഞാൽ പിന്നെ ത്വലാഖ് കൊടുത്തോളണം. ആ പെണ്ണിന് ചില ഓപ്ഷനുകളുണ്ട്, ആ ഓപ്ഷൻ ഉപയോഗിക്കലല്ല ശരി. ആണ് ത്വലാഖ് കൊടുത്തിട്ടില്ലെങ്കിൽ ഇസ്ലാം അതിന് ചില വഴികൾ പറഞ്ഞിട്ടുണ്ട്, അല്ലേ? ഇസ്ലാമിനെ പോലെ ഇത് നിർവചിച്ചത് ഒരു എന്താ പറയാ, പിന്നെ വിഷവും കുടിക്കേണ്ടി വരൂല, ഒരിടത്തും കെട്ടിത്തൂങ്ങി മരിക്കേണ്ടിയും വരൂല, സ്വസ്ഥമായ വഴിയുണ്ട്. ഇനി ആ വിധവയെ സംരക്ഷിക്കാൻ ഇസ്ലാം തത്വം വെച്ചിട്ടുണ്ട്. അസായി അലൽ അർമില വൽ മിസ്കീൻ കൽ മുജാഹിദ് ഫീ സബീലില്ലാഹ്. അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുകയാണ്, വിധവാ സംരക്ഷണത്തിന് വേണ്ടി ഇറങ്ങുന്നവൻ ഇസ്ലാമിന് വേണ്ടി യുദ്ധം ചെയ്യുന്നവനെ പോലെയാണ്, രാത്രി മുഴുവൻ നിസ്കരിക്കണ പോലെയാണ്, പകൽ മുഴുവൻ നോമ്പ് നോൽക്കണവനെ പോലെയാണ്. അപ്പൊ ഒരു പെൺകുട്ടിയും കല്യാണം കഴിക്കണതിന്റെ പേരിൽ ഒരു ബേജാറും ആവശ്യമല്ല. മനസ്സിലായില്ലേ? ഇസ്ലാമിനെ പോലെ ഇത് ഇത്ര മനോഹരമായി നിർവചിച്ചൊരു മതവും നമുക്ക് കാണാൻ പറ്റൂല. ഇനി മൂന്നാമത്തെ ഒരു പോയിന്റ് എനിക്ക് പറയാനുള്ളത് എന്താ അറിയോ? നമ്മളെ കുടുംബജീവിതം ഭയങ്കര സന്തോഷമാകും. അതിനുള്ള മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, എല്ലാ സന്തോഷവും പരലോകത്തുള്ളൂ പൂർണ്ണമായിട്ട് കിട്ടുക നമ്മൾ ഉറപ്പിക്കണം. ഭൂമിയിൽ ജീവിക്കണ ഒരു ദമ്പതികൾക്കും പൂർണ്ണ സന്തോഷമില്ല, ഒരാൾക്ക് പോലും ഇല്ല. ഈവൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബ വീടുകളിൽ പോലും പ്രവാചകന്റെ ഭാര്യമാർ പോലും അസ്വസ്ഥമായി പ്രവാചകന്റെ അടുത്ത് ഇടപെട്ടിട്ടില്ലേ? ഉണ്ടല്ലോ, ചരിത്രത്തിൽ നമുക്ക് കാണാം. അപ്പൊ ശരിക്കും 100% സുഖം എവിടെ കിട്ടുള്ളൂ? പരലോകത്ത് മാത്രമേ കിട്ടുള്ളൂ. ചില ആൾക്കാർ ഇങ്ങനെ വിചാരിക്കും, അതെനിക്ക് കിട്ടേണ്ടിയിരുന്നതല്ല, ഞാൻ ഗൾഫിൽ നിന്ന് വന്ന് ഇങ്ങനെ എമ്മിപ്പിയും കണ്ടുവച്ചതുകൊണ്ടാണ് കിട്ടിയതാണ്. ശൈത്താൻ ഇങ്ങനത്തെ പോയിന്റ് ഇങ്ങനെ ഓർമ്മിപ്പിച്ചിട്ട് നമ്മളങ്ങനെ അസ്വസ്ഥതപ്പെടുത്തും. എന്നാൽ ഞാൻ അടുത്തത് വേറൊന്നാകാം, അല്ലേ? ഇസ്ലാമിൽ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്കുണ്ടാകുന്ന ചില അനിവാര്യ സന്ദർഭങ്ങളിൽ രണ്ടാമത്തെ ഒരു വിവാഹത്തെ ഇസ്ലാം അനുവദിച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷേ ഇത്തരം കാരണങ്ങൾ കൊണ്ട്, അവരുടെ കൂടെ എനിക്ക് സന്തോഷം കിട്ടണം എന്നുള്ള കാരണം കൊണ്ട് ഒരാൾ രണ്ടാമത്തെ ഒരു വിവാഹത്തിന് ഒരുങ്ങുമ്പോൾ രണ്ടാമത്തെ ഒരു പെണ്ണുകൂടി കണ്ണീര് കുടിക്കേണ്ടി വരും. ഒരു സംശയമില്ല. കാരണം ഒരാളെ തന്നെ കൊണ്ടു നടക്കാൻ കഴിയാത്ത ഒരാള് രണ്ടാമത്തൊന്നൊക്കെ എങ്ങനെ പോവുക? അത് വളരെ ഗൗരവത്തിൽ ആലോചിക്കേണ്ടതാണ്. എല്ലാ സുഖങ്ങളും കിട്ടിയ എവിടെയെന്നറിയോ?
വലകും ഫീഹാ മാ തശ്തഹി അൻഫുസുകും വലകും ഫീഹാ മാ തദ്ദഊൻ. നിങ്ങൾ ആശിക്കുന്നതൊക്കെ അവിടെ നിങ്ങൾക്ക് കിട്ടും, നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ നിങ്ങൾക്ക് അവിടെ കിട്ടും. അതാണ് സ്വർഗം. അതിനൊരുപാട് ദൂരമൊന്നുമില്ല സുഹൃത്തുക്കളെ. യഥാവിധി ജീവിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ കണ്ണുകൾ അടയുന്നതോടെ, അയാളുടെ ശ്വാസം നിലക്കുന്നതോടെ അയാളുടെ രണ്ടിലൊരു ലോകം തുടങ്ങി. ഒന്നുകിൽ സ്വർഗം അല്ലെങ്കിൽ നരകം. നമ്മൾ കുഴിച്ചു നോക്കിയാൽ കുറെ എല്ല് കാണുള്ളൂ ഖബറിൽ, അല്ലേ? നമ്മൾ മാന്തി നോക്കിയാൽ കുറെ എല്ല് കാണുള്ളൂ. പക്ഷേ സത്യവിശ്വാസിക്ക് സ്വർഗത്തിന്റെ കാഴ്ചകൾ കണ്ടുറങ്ങുന്ന ഇടമാണത്. സത്യവിശ്വാസത്തിന്റെ വഴിയിൽ വീഴ്ച സംഭവിച്ച വ്യക്തിക്ക് അയാളെ പുനരുദ്ധാനം വരെ നരകത്തിന്റെ കാഴ്ചകൾ കണ്ടുറങ്ങുന്ന ഇടമാണത്. വളരെ കൃത്യമാണ്. ഹദീസിൽ കാണാം, അബൂ ഹുറൈറ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഇന്ന അദ്നാ മഖഅദി അഹദികും മിനൽ ജന്നതി, സ്വർഗത്തിലെ ഏറ്റവും താഴെ തട്ടിലുള്ള, ഏറ്റവും നിലവാരം കുറഞ്ഞ ഒരു മഖഅദിൽ, ഒരു ഇരിപ്പിടത്തിൽ ആ മനുഷ്യൻ പോയിരിക്കും. അയാളുടെ അമലൊക്കെ വെച്ചിട്ട് അയാൾക്ക് അതായിരിക്കും കിട്ടിയിട്ടുണ്ടാകുക. ഭൂമിയിൽ ഉള്ള അമലിന്റെ ദർജക്കനുസരിച്ചാണ് പടച്ചോൻ ദർജ കൊടുക്കുക. നമ്മൾ ഈ സുജൂദിനെ പറ്റി പറയുമ്പോൾ പറയില്ലേ, ഒരു സുജൂദ് ചെയ്യുമ്പോൾ ഒരു നന്മ വർദ്ധിക്കും, ഒരു തിന്മ അള്ളാഹു പുറത്തു കൊടുക്കും, പിന്നെ ഒരു സ്ഥാനം ഉയർത്തി കൊടുക്കും. 3 കാര്യം ഒറ്റ സുജൂദിൽ ഉണ്ട് എന്നാണ്. അങ്ങനത്തെ എത്ര സുജൂദ് ചെയ്തിട്ടുണ്ടാവും? നമ്മൾ മനസ്സറിഞ്ഞുകൊണ്ട് എത്ര സുജൂദ് ചെയ്തിട്ടുണ്ടാവും? അപ്പൊ ആ സ്ഥാനം ഉയർത്തി കൊടുക്കാറാണ് എങ്ങനെയാണ്? അള്ളാഹുവിന്റെ അടുത്തേക്ക്, സ്വർഗത്തിലേക്കുള്ള സ്ഥാനമാണ്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾ സ്വർഗത്ത് പോകാനുള്ള യോഗ്യത നേടിയിട്ടുണ്ട്, പക്ഷെ സ്വർഗത്തിന്റെ പരമാവധി സുഖങ്ങളിലേക്ക് എത്താൻ അയാൾക്ക് പറ്റിയിട്ടില്ല. ആ വ്യക്തിയെ കുറിച്ച് പറയാണ് ഈ മഖഅദ് പറയും, ഈ ഇരിപ്പിടം പറയും, തമന്ന ഫൽയതമന്ന, തമന്ന ഫൽയതമന്ന വയതമന്ന, ആഗ്രഹിച്ചോളൂ പറയും. അപ്പൊ യതമന്ന വയതമന്ന, അയാൾ ഇങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കും. എനിക്ക് അത് വേണം, എനിക്ക് ഇത് വേണം, എനിക്ക് അങ്ങനെ വേണം, എനിക്ക് ഇങ്ങനെ വേണം. അയാൾ ഇങ്ങനെ ആഗ്രഹിക്കും കേട്ടോ. അവസാനം എന്ത് ചെയ്യും? ഫയഖൂലു ലഹു, അപ്പൊ ഈ മഖഅദ്, ഈ ഇരിപ്പിടം ചോദിക്കും, ഹൽ തമന്നൈത, നീ ആഗ്രഹിച്ചോ? ഫയഖൂലു നഅം, അതെ. ഫയഖൂലു ലഹു, അപ്പൊ ഈ മഖഅദ്, ഈ ഇരിപ്പിടം അവനോട് പറയും, ഫഇന്ന ലക മാ തമന്നൈത വമിസ്ലഹു മഅഹു, നീ ആഗ്രഹിച്ചതും നീ ആഗ്രഹിച്ചതുപോലുള്ള വേറെ കുറേതും നിനക്ക് ഒന്നിച്ചു തരും. അപ്പൊ അത് സ്വർഗത്തിലേക്ക് ഇട്ടുള്ളൂ. അപ്പൊ നമുക്കൊരു നഷ്ടമോ ഒരു പ്രയാസമോ ഒരു ദുഃഖമോ ഒക്കെ ദാമ്പത്യത്തിൽ ഉണ്ടെങ്കിൽ, മക്കളുടെ കാര്യത്തിലാണെങ്കിലും ഭാര്യന്റെ കാര്യത്തിലാണെങ്കിലും ഭർത്താവിന്റെ കാര്യത്തിലാണെങ്കിലും ഭർത്താവിന്റെ ഉപ്പാന്റെയും ഉമ്മാന്റെയും കാര്യത്തിലാണെങ്കിലും നമ്മളെ ഉപ്പാന്റെയും ഉമ്മാന്റെയും കാര്യത്തിലാണെങ്കിലും ഒക്കെ നമ്മളെ അസ്വസ്ഥതപ്പെടുത്തുന്ന ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ നമ്മൾ എന്താ വിചാരിക്കേണ്ട അറിയോ? പടച്ചോനെ, ആ മഖഅദിലിരിക്കുമ്പോ, സ്വർഗത്തിന്റെ ആ മഖഅദിലിരിക്കുമ്പോ ഈ ഒറ്റ കാരണം കൊണ്ട് നീ ആഗ്രഹിച്ച എന്റെ ഇപ്പത്തെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാവുന്ന ആഗ്രഹങ്ങളുടെ അവസരം എനിക്ക് തരണം എന്നാ വിചാരിക്കേണ്ടത്. എന്നാൽ ഒരു കാര്യം ഞാൻ തീർത്തു പറയാം. ഒരു പെൺകുട്ടി കല്യാണം കഴിഞ്ഞ് കുടുംബജീവിതത്തിലേക്ക് പോയി, അല്ലെങ്കിൽ ഒരു ആൺകുട്ടി കല്യാണം കഴിഞ്ഞ് കുടുംബജീവിതത്തിലേക്ക് പോയി, കുടുംബജീവിതത്തെ എന്നെന്നും ബാധിക്കുന്ന ഒരു പ്രശ്നം കണ്ടെത്തി എന്ന് വിചാരിക്കുക. എന്താ? തന്റെ കൂടെ ഉറങ്ങുന്ന പുരുഷന് ലൈംഗികമായി തന്നെ തൃപ്തിപ്പെടുത്താനുള്ള ശേഷിയില്ലെന്ന് അവൾക്ക് മനസ്സിലായി. അയാൾ അങ്ങനത്തെ ഒരു രോഗാവസ്ഥ ഉള്ള ആളാണ്. ആ പെൺകുട്ടിക്ക് ഒരിക്കലും ജീവിക്കേണ്ടതില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ മാതൃക കാണാം. അയാളോട് തൊലാഖ് കൊടുക്കാൻ പറഞ്ഞതും തൊലാഖ് കൊടുത്തതൊക്കെ നമുക്ക് കാണാം. അങ്ങനെ സഹിച്ച് ജീവിക്കാൻ എവിടെയും പറഞ്ഞിട്ടില്ല. ഇപ്പൊ എന്താ വെച്ചാൽ രാസലഹരിന്റെ കാലാണ്. ജീവിച്ചു തുടങ്ങിയാൽ മാത്രമേ അടുത്തൊരുമിച്ച് ജീവിച്ചാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. ഈ കുട്ടികളൊക്കെ എന്താ ചെയ്യാറിയോ? ശരിയായിക്കോളും. രാസലഹരി എന്നല്ല, ലഹരിയുടെ പരിസരമുള്ള ഒരാൾ നിങ്ങളുടെ കുടുംബ ജീവിതത്തിലേക്ക് വന്നാൽ അയാൾ ശരിയായിക്കോളും എന്ന് വിചാരിച്ച് ചിന്തിക്കുന്നതിൽ യാതൊരു അർത്ഥമല്ല. അത് ഏറ്റവും വിശ്വസ്തമായ ആളെ ഏൽപ്പിക്കണം. അപ്പൊ ഈ പെൺകുട്ടികൾ ടെൻഷൻ എന്തായിരിക്കും അറിയോ? ഉമ്മാനെ അറിയിച്ചാൽ ഉമ്മ അല്ലെങ്കിൽ ഒരു സ്ട്രോക്ക് കഴിഞ്ഞിരിക്കുകയാണ്. വാപ്പാനെ അറിയിച്ചാൽ വാപ്പ ശരിക്ക് ചിരിക്കണത് ഞാൻ എൻ്റെ കല്യാണത്തിന്റെ ശേഷം കണ്ട്. അവർക്കൊക്കെ വിഷമാവും. പിന്നെ വാപ്പി ഇമ്മി അല്ലാത്തവരിവിടെ ഉണ്ടേ. അതിനാണ് ഈ സമുദായത്തിലെ പണ്ഡിതന്മാർ, അതിനാണ് ഈ സമുദായത്തിലെ നേതൃത്വങ്ങൾ, അതിനാണ് ഈ സംഘടനയിലെ ഭാരവാഹികൾ. അവരോട് പറഞ്ഞാൽ ഇതൊക്കെ ശരിയാം വിധം ചിട്ടപ്പെടുത്താനും സ്വബറോടെ കാത്തിരിക്കേണ്ടി വരും കുറച്ച്, അല്ലേ? അവരോട് ഒഴിവും തിരക്കൊക്കെ പരിഗണിച്ച് ഒന്ന് കാത്തിരിക്കാൻ ചിലപ്പോൾ നമുക്ക് മനസ്സ് വേണ്ടി വരും. അത് ഒരാളിപ്പോ നമ്മളെ ഭാര്യ നമ്മളുമായി ബന്ധപ്പെട്ടൊരു വിഷയം നമ്മളോട് പറഞ്ഞ് നിരന്തരം പറഞ്ഞിട്ട് ശരിയായിട്ടില്ല, അത് വേറൊരാളെടുത്ത് പറഞ്ഞാലേ അത് നിങ്ങളൊരു സബൂൽ മുബിഖാത്തായിട്ടൊന്നും കാണണ്ട. നിങ്ങളെ രക്ഷപ്പെടുത്താൻ ശ്രദ്ധിച്ചു എന്ന് വിചാരിച്ചാൽ മതി. കൊട്ടിപ്പാടി നടക്കുന്ന ആളുകളോടൊന്നല്ല ഇത്തരം കാര്യങ്ങൾ പറയേണ്ടത്, അല്ലെ? പറയില്ല. ഏറ്റവും അത് ഇസ്ലാമിക സമൂഹത്തിന്റെ ബാധ്യതയാണ്. സുൽഹ് എന്നതും ഇത്തരം കാര്യങ്ങളിൽ സംഭാഷണം എന്നതും ഇതിന് ബാധ്യതപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം ഫർളായ കാര്യമാണ്. അപ്പോ ആ ഒരു തലം നമ്മൾ ഇതിൽ നിർബന്ധമായും കാണണം. പരിപൂർണമായ സംതൃപ്തി പരലോകത്തെ ലഭിക്കുകയുള്ളൂ എന്നാണ്. ഈ പരലോകം നമുക്ക് ബോധ്യപ്പെടാത്ത പ്രശ്നമുണ്ടോ? ഒറ്റ ആയത്ത് കൊണ്ട് അത് തീരും. ലഖദ് കുൻത ഫീ ഗഫ്ലത്തിൻ മിൻ ഹാദാ ഫകശഫ്നാ അൻക ഗിതാഅക ഫബസറുക അൽയൗമ ഹദീദ്. നീ ഒരുപാട് അശ്രദ്ധകളിലായിരുന്നു,
പള്ളിയിലെ ബാങ്ക് ദിവസം എത്ര വട്ടം കേൾക്കലുണ്ട് ഉണ്ടോ? പള്ളിയിലെ ബാങ്ക് ഇങ്ങനെ കേൾക്കുക, എന്നിട്ട് ബാങ്ക് ഇങ്ങനെ കേൾക്കും, പള്ളിക്കൊക്കെ പോകണം തോന്നുക. അയൽപക്കത്തെ രോഗിയായ ഒരാളുടെ പ്രശ്നം, സ്വന്തം വീട്ടിലെ ആവശ്യങ്ങൾ, ഇതൊക്കെ എത്രത്തോളം കേൾക്കലുണ്ട്? സമയം കിട്ടലില്ല. ഇതിനെക്കുറിച്ച് ഖുർആൻ പറഞ്ഞത്. ലഖദ് കുൻത ഫീ ഗഫലത്തി മിൻ ഹാദാ, പരലോകമായിട്ടും ദീനായിട്ടും ഖബറുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലൊക്കെ നീ ഒരുപാട് ഗഫലത്തിലായിരുന്നു, അശ്രദ്ധയിലായിരുന്നു. എന്നിട്ട് ഖുർആൻ പറയാ ഫകശഫ്ന അൻക ഗിതാഅക്, മരണം അതില്ലേ, നിന്റെ എല്ലാ അശ്രദ്ധകളുടെയും മൂടുപടങ്ങളെ മരണം വലിച്ചു കീറും. ഫബസറുക യൗമ ഹദീദ്, ഇന്ന് നിന്റെ കണ്ണിന് നല്ല മൂർച്ചയാണ്, ഇന്ന് നീ പരലോകം ശരിക്ക് കാണും. എത്ര ഖുതുബ കേട്ടാലും, എത്ര ക്ലാസ് കേട്ടാലും, എത്ര പ്രസംഗം കേട്ടാലും ഇളകാത്ത നിന്റെ മനസ്സ്, കാണാത്ത നിന്റെ കണ്ണ്, കേൾക്കാത്ത നിന്റെ കാത്, ചിന്തിക്കാത്ത നിന്റെ ബുദ്ധി ഇന്ന് കണ്ടു തുടങ്ങും. പക്ഷേ അതുകൊണ്ട് വലിയ ഉപകാരമൊന്നും ഉണ്ടാവുകയില്ല എന്നാണ്. അതുകൊണ്ട് ഇത്തരം മേഖലകളിൽ കൂടുതൽ ശ്രദ്ധിക്കുക. ഇനിയും കുറച്ചുകൂടി നിർദ്ദേശങ്ങളുണ്ട്, അടുത്ത ആഴ്ചയിൽ ബാക്കി നമുക്ക് പറയാം. അള്ളാഹു നമ്മിൽ സ്വീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സർട്ടാവും സംരക്ഷകനുമായ റബ്ബിനെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും സൂക്ഷിക്കണേ എന്നൊരിക്കൽ കൂടി ഉണർത്തുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുറത അയ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. ഇത് പടച്ചോൻ ഇറക്കിയ ഒരു പ്രാർത്ഥനയാണ്. പടച്ചോന്റെ ലഫ്ളുകളാണ്, പടച്ചോന്റെ ഹർക്കത്തുകളാണ്, പടച്ചോന്റെ ശബ്ദമാണ്, ഒക്കെയാണ്, കലാമാണ്, ഒക്കെയാണ്. അപ്പൊ ഇത് ഏറ്റവും വലിയൊരു പരിഹാരമാണ്. പലപ്പോഴും വീട്ടിലും കുടുംബത്തിലൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ വേഗം ഏതെങ്കിലും ജ്യോത്സ്യന്മാരെടുത്തക്കോ തങ്ങന്മാരെടുത്തക്കോ അവിടേക്ക് എഴുതാനും ഇപ്പുറത്തേക്ക് കൊച്ചിടാനും അപ്പുറത്തേക്ക് ചോദിക്കാനും പറയാനൊക്കെ പോവാണ് ആൾക്കാർ ചെയ്യുക. യഥാർത്ഥത്തിൽ ഇത് നെഞ്ചിൻ കൂട്ടിൽ നിന്ന് ആത്മാർത്ഥമായി പറയുന്ന ഒരാൾക്ക് പടച്ചോനത് സാക്ഷാത്കരിച്ച് തരും. സുഹൃത്തുക്കളെ, പടച്ചോനത് സാക്ഷാത്കരിച്ച് തരും, യാതൊരു സംശയമില്ല. റബ്ബനാ ഹബ്ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ, ഞങ്ങളുടെ ഇണകളിലും ഞങ്ങളുടെ മക്കളിലും നീ നൽകണം. പടച്ചോൻ തന്നാലേ ഉണ്ടാവുള്ളൂ. അഭൗതികമായ ഒരു കാര്യമാണിത്. പടച്ചോന് മാത്രം ചെയ്തു തരാൻ പറ്റിയൊരു കാര്യം, വേറെ ആർക്കും ചെയ്തു തരാൻ പറ്റൂല കേട്ടോ. വേറെ ആരെന്തൊക്കെ ചെയ്തിട്ടും കാര്യമല്ല. എത്ര മനോഹരമായ ബെഡ് ഉണ്ടായിട്ടും, എത്ര മനോഹരമായ മിന്നും വെളിച്ചങ്ങളുടെ മധ്യത്തിൽ ഉറങ്ങിയിട്ടും, എത്ര പിന്നെ ഏസിട്ട റൂമിൽ ഉറങ്ങിയിട്ടൊരു കാര്യമല്ല. മനസ്സ് വിയർക്കും. അതിന് ആശ്വാസം തരണമെങ്കിലേ പടച്ചോന് മാത്രമേ കഴിയുള്ളൂ എന്നാണ്. അതുകൊണ്ട് ഖുറത അയ്യുൻ, കണ്ണിന് പിന്നെ മനസ്സിനൊക്കെ കുളിരി കിട്ടുന്ന കാഴ്ചകൾ ഞങ്ങൾക്ക് നീ ഉണ്ടാക്കി തരണേ എന്ന പ്രാർത്ഥന ജീവിതത്തിൽ തുടർച്ചയായി ഉണ്ടാകാൻ ശ്രദ്ധിക്കുക. കുട്ടികളുടെ പരീക്ഷ റിസൾട്ടുകളൊക്കെ വന്ന സമയമാണ്. അള്ളാഹു എല്ലാവർക്കും ഏറ്റവും വിജയകരമായ ഒരു ഭാവി പ്രദാനം ചെയ്യട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എന്തിൽ അവരെ ചേർക്കണം, എങ്ങനെ ചേർക്കണം എന്നുള്ളതിലൊക്കെ നല്ലൊരു കാഴ്ചപ്പാടോടുകൂടെ നമ്മൾ സമീപിക്കണം. കുട്ടി എനിക്ക് സയൻസ് മതി, നേരെ സയൻസ്, എനിക്ക് ഹ്യൂമാനിറ്റീസ് മതി, നേരെ ഹ്യൂമാനിറ്റീസ്, അങ്ങനെയല്ല. ഈ കുട്ടിയെ ുള്ള കഴിവ് എന്താണ്, കാര്യങ്ങൾ എന്താണെന്നൊക്കെ പരിശോധിക്കാൻ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ? അതൊക്കെ ഉണ്ട്. നമ്മളൊരു പെരണ്ടാക്കുമ്പോൾ എന്തൊക്കെ നോക്കും? ഒരു കുട്ടിന്റെ കോഴ്സിന് ഓർക്കുമ്പോൾ ഒന്നും നോക്കൂല. ഏതെങ്കിലും ഒരാളങ്ങനെ ഫോണിൽ വിളിച്ചിട്ട് അയാൾ പറഞ്ഞ് കേട്ടിട്ട് ചെയ്യും. ആ കുട്ടിന്റെ കഴിവ് എവിടെയാണ്, കാര്യങ്ങൾ എന്താണ്, എന്നിട്ട് 3-4 കൊല്ലം കഴിഞ്ഞ് ആ കോഴ്സിനോട് ഉപേക്ഷിച്ചിട്ട് വേറെ എന്തെങ്കിലും ഒരു പണിക്കോ. അങ്ങനെ ഉണ്ടാവില്ലേ? സമുദായം ഇന്ന് നേരിടേണ്ട ഏറ്റവും വലിയ വിഷയം ഗൈഡൻസ് ആണ്. സമുദായത്തിൽ നിന്ന് കിട്ടേണ്ട ഏറ്റവും വലിയ കാര്യം ഗൈഡൻസ് ആണ്. അപ്പോൾ ആ രംഗത്തുള്ള സാധ്യതകൾ ഉപയോഗിക്കണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ഈ രംഗത്തുള്ള നല്ലൊരു സ്ഥാപനം ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. പെരിന്തൽമണ്ണയിൽ പെൺകുട്ടികൾക്ക് വേണ്ടി +2 കോഴ്സിനോടൊപ്പം ദീനീ വിജ്ഞാനങ്ങൾ കൊടുത്തുകൊണ്ടുള്ള ഒരു കോഴ്സ് നമ്മൾ ആരംഭിച്ചിട്ട് 2-3 വർഷങ്ങളായി. ഹോസ്റ്റലല്ല, വന്നു പോകുന്ന രൂപമാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ആദരണീയനായ നമ്മുടെ ഒരു സ്കോളറുടെ, പണ്ഡിതന്റെ നേതൃത്വത്തിലാണ് അൽഹംദുലില്ലാഹ് ഈ ഒരു സംവിധാനം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് അവിടെ കുട്ടികളെ ചേർക്കാം. ജാമിഅ അൽ ഹിന്ദ് അൽ ഇസ്ലാമിയ എന്ന സ്ഥാപനത്തിൽ ഹോസ്റ്റൽ സൗകര്യത്തോടുകൂടെ 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾക്ക്, പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഉള്ള അഡ്മിഷൻ ഉണ്ട്. അഡ്മിഷന്റെ അപ്ലിക്കേഷൻ സമയം ഇപ്പോൾ ജസ്റ്റ് കഴിഞ്ഞ ദിവസം അവസാനിച്ചു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഏതായാലും അങ്ങനെയുള്ള അവസരങ്ങളൊക്കെ ഉപയോഗിക്കുക. അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. അവന്റെ മുഅ്മിനുകളിൽ, മുഖ്ലിസുകളിൽ, മുത്തഖീങ്ങളിൽ അവൻ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിനെ സാക്ഷാത്കരിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നൽകുമാറാവട്ടെ. കുടുംബങ്ങളിൽ, ഇണകളിൽ, ബന്ധുക്കളിൽ, നാട്ടിൽ, സമൂഹത്തിൽ അള്ളാഹു ഐശ്വര്യത്തെ പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മളിൽ നിന്ന് രോഗികളായവർക്ക് അള്ളാഹു ശമനത്തെ, ആശ്വാസത്തെ നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദിൽ ശർക വൽ മുശ്രിക്കീൻ, റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു